ഇതിനെയും ആൾക്കാർ ട്രോളുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ എന്തായാലും കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ഡെഫിനറ്റായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിലുള്ള ജോബുള്ള ആളായിരിക്കണം, ഒരുപക്ഷെ ഡോക്ടർ പോലത്തെ ഒരു സർവീസ് ഉള്ള ആളായിരിക്കണം. താല്പര്യം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഷീ ഷുഡ് ബി വില്ലിങ് ടു വർക്ക് ഓൾസോ എന്നുള്ളത്. അപ്പോൾ ദിവ്യയെ കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, നമ്മൾ സംസാരിച്ചപ്പോൾ പേഴ്സണാലിറ്റി ഡെഫിനറ്റ്ലി എവറിത്തിങ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് സബ്ജക്റ്റിനകത്ത് ഉത്തരം എ ബി, PSC ടെസ്റ്റിന് അത് A B C D എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദി എബോവ് വരുമല്ലോ. അപ്പോൾ ഇതൊരു ഓൾ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ സം ടോട്ടലായിട്ട് മെയിൻലി ഐ തിങ്ക് പേഴ്സണാലിറ്റിയും പിന്നെ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്നതിൽ ഒത്തിരി സമാനതകളുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട നമ്മളെ ആകർഷിച്ചത്. അതിനകത്ത് പൊസിഷനോ സബ് കളക്ടർ എന്നുള്ള ജോലിയോ IAS 2014 ബാച്ച് അതൊന്നും വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റുന്ന, ഒരേപോലെ ചിന്തിക്കുന്ന, സമാനമായി നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ IAS സബ് കളക്ടർ എന്നുള്ളത് വേണമെങ്കിൽ ശബരിയുടെ മനസ്സിൽ വേണമെങ്കിൽ ഒരു ആശങ്കയായിട്ടായിരിക്കും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുക. ഞാൻ ഒന്ന് സഹായിച്ചു നോക്കട്ടെ ശബരീനെ. ഇല്ല, ഞാൻ അങ്ങനെ IAS എന്നുള്ളത് നമ്മളങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇത് കാര്യങ്ങളിലേക്ക് അടുത്തപ്പോഴാണ് ആഫ്റ്റർ വി ഫെൽ ഇൻ ലവ് ഇതിലൊരു പക്ഷേ ഒരു പ്രശ്നം IAS-ഉം MLA-യും തമ്മിലുള്ള കല്യാണമായിരിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചത്. പക്ഷേ നമ്മളതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ടുപേരും പേഴ്സണാലിറ്റീസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ബാക്കിയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ രണ്ടുപേരും വില്ലിങ് ആണെന്ന് പരസ്പരം ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത്, ഈ ഒരു സാഹസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചാടുന്നത്. വലിയ സാഹസം പിടിച്ച പരിപാടിയാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ലേ, സമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ്